എൻ്റെ ഒരു ബേസിക് ഞാൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നത്. ഈ കോഴ്സിന്റെ ഒപ്പം ചെയ്ത ഇന്റേൺഷിപ്പ് ആണ് അല്ലേ? നിങ്ങളുടെ കോഴ്സിൽ ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഇന്റേൺഷിപ്പ് തരുന്നതാ പറഞ്ഞത്. ഓ ശരി. ഇടയ്ക്ക് ഈ സെബാസ്റ്റ്യൻ ചേട്ടനോട് പഠിച്ചതുകൊണ്ട് ചേട്ടൻ വഴിയാണ് അവിടുത്തെ സാറ് ഞാൻ രണ്ടുപേർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറ് എന്നെയും ഞങ്ങൾ 6 months ആയതുകൊണ്ട് ഞങ്ങളുടെ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഇട്ടത്. അങ്ങനെയാണ് ഞങ്ങളോട് വന്നത്. രണ്ടുപേരും നിങ്ങൾ എത്ര ബാച്ച് എത്ര ഉണ്ടായിരുന്നു? ബാച്ചില് 10-12 ബാക്കിയൊരു ഞങ്ങളൊരു 4 പേരാണ് 6 months ഉള്ളൂ. ബാക്കി എല്ലാവരും 1 year കോഴ്സ് ചെയ്യണം. 1 year കോഴ്സിന്റെ ആൾക്കാരാണ്. അവർക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങളെ അപ്പോ സാറ് പറഞ്ഞു ഇത് 6 months നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതിനൊപ്പം തന്നെ ഇന്റേൺഷിപ്പും കഴിയും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോബിനെ അത് വളരെ നല്ല ഇതായി, നല്ല പ്ലാനിങ് ആണ്. എന്തൊക്കെയാ കോഴ്സിൽ പഠിച്ച പോലെ ആണോ നമ്മള് ഈ ഇന്റേൺഷിപ്പില് ഇരുന്നപ്പോ വന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കോഴ്സിൽ മെയിനായ കുറച്ച് കാര്യങ്ങൾ ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള അതുപോലെ നിങ്ങൾ കോഴ്സിൽ പഠിച്ച പോലെ അല്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴല്ല അതിൽ എന്തൊക്കെ ഇഷ്യൂസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പൊ മനസ്സിലായി. തിയറി മാത്രം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ലൈവായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു ഫീല് കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ ഇന്റേൺഷിപ്പാണ്, ഇതിനകത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തു വന്നു, നിങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതനുസരിച്ച് നിങ്ങൾ പിന്നെ തെറ്റ് വരുത്താണ്ട് ചെയ്യാൻ നോക്കി, അത് തെറ്റ് വരുത്താണ്ട് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ റിയൽ ആയിട്ട് ഒരു ജോലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഡിപ്പെൻഡബിലിറ്റി ആണ്, അക്കൗണ്ടബിലിറ്റി. അതായത് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് മാറും. ഇപ്പൊ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇപ്പൊ റെസ്പോൺസിബിലിറ്റി നമ്മൾക്കാണ്, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് വരുമ്പോഴത്തേക്കും ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാര്യം തെറ്റ് വരാണ്ട് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാക്ടീസ് കിട്ടും. അവിടെയാണ് നമ്മുടെ ഈ ട്രെയിനിങ്ങിന്റെ വേറെ അഡ്വാൻറ്റേജ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ട്രെയിനിങ്ങിൽ? എക്സ്പോർട്ട് വേരിയൻ, ഇമ്പോർട്ട് ട്രാൻസ്ഷിപ്മെന്റ്, വോട്ടർ ട്രാൻസ്ഷിപ്മെന്റ്, പിന്നെ വേറെ ഡിസ്ചാർജ് ചെയ്തില്ല? ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ ആ ഡോക്യുമെന്റ് സൈഡൊക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് കോൺഫിഡന്റ് ആയി ചെയ്യാനായിട്ട് അല്ലേ? ഏകദേശം എത്ര പേര് ചെയ്യാറുള്ളൊരു ദിവസം? ഞാൻ എക്സ്പോർട്ട് ബില്ല് കുറച്ച് ഓവറിനൊക്കെ ഒരു ദിവസം ചെയ്യും. കൂടുതലായിട്ടും ഈ ഇമ്പോർട്ടായിട്ട് റോഷൻ ചേട്ടൻ വഴി കുറെ എല്ലാ ദിവസവും കൂടുതൽ ഇമ്പോർട്ട് തന്നെയാണ് ചെയ്യാറ്. കാരണം ബില്ലിന്റെ പ്രോസസ് എല്ലാം സെയിം ആണ്. ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു, അത് വേറെ നമ്മൾ ബില്ല് ചെയ്യുന്നു. അത് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് ഒന്നെങ്കിലും ഒരു ബില്ല് നോക്കി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മൾ ആദ്യം ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽ വരും, അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും. ഇപ്പൊ ചെയ്തപ്പോ ഇമ്പോർട്ടിന്റെ ചെയ്തതെന്നുണ്ടെങ്കിലും എക്സ്പോർട്ടിന് ചെയ്യുമ്പോഴും എവിടെയൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റൈൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെയാണ് നമ്മള് എൻട്രി ചെയ്യേണ്ടത്, ആ കോളംസ് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, എല്ലാം അറിയാം. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പൊ ഓരോ ഡെസ്റ്റിനേഷൻ വൈസ് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ സാധനങ്ങളാണ് ആ ബില്ലിൽ വെക്കേണ്ടത്, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ചോദിച്ച് മേടിക്കേണ്ടത്, ഇതൊക്കെ അറിയാമല്ലോ. ഇപ്പൊ ഇന്ത്യക്ക് വേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ഇപ്പൊ വേറെ ഏതെങ്കിലും സെക്ടേഴ്സിലേക്ക് വേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം അറിയാം. ഓക്കെ, അതാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ബേസിക്കലി. പിന്നെ സിസ്റ്റം എത്ര സമയം കൊണ്ട് ചെയ്യും ഏകദേശം ബില്ലിനും? എന്തുകൊണ്ട് അത്ര സമയം എടുക്കാൻ കാര്യം? കണ്ടെയ്നറൊക്കെ അത് വിട്, കണ്ടെയ്നർ ഇല്ലെന്ന് അത്ര ഉള്ള അറിയാം. ഓക്കെ, കണ്ടെയ്നർ വേണ്ടത് നമുക്ക് ആ സമയത്ത് എന്താണ് എറർ അത് റെക്ടിഫൈ ചെയ്ത് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിപ്പോ എവിടെ പോയാലും അത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അത് എസ്പെഷ്യലി നമ്മുടെ സോഫ്റ്റ്വെയർ ഈ ഇൻവെന്ററി മാനേജിങ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ആ എറേഴ്സ് കറക്റ്റ് ചെയ്താൽ മാത്രമേ സോഫ്റ്റ്വെയർ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. ആ ഒരു സമയം നോക്കണം, അല്ലാണ്ട് 10-15 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റും. ആ, പിന്നെ വേറെ എന്തൊക്കെയുണ്ടായിരുന്നു അഡ്വാൻറ്റേജ്? ഈ കോഴ്സ് കഴിഞ്ഞാലും ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ തമ്മിലുള്ള കോൺഫിഡൻസ് ലെവലിലെ വ്യത്യാസം വരുമ്പോ എനിക്കിതിനെ പറ്റിയൊരു ഒന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഇതിനെ പറ്റി കൂടുതലായിട്ട് നന്നായിടയ്ക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഒന്നും അറിയത്തില്ല, പെട്ടെന്ന് ഇതിലോട്ട് കയറുന്നു,
സാറ് ഫസ്റ്റ് ഇന്റർവ്യൂ ചോദിച്ച പോലെ എനിക്ക് അത് എനിക്ക് അറിയാമായിരുന്നു, അറിയില്ല എന്നുള്ളതാണ്. അറിഞ്ഞോണ്ട് തന്നെയാണ് ചോദിച്ചത്. കാരണം നിങ്ങളുടെ നോളജ് ലെവൽ എങ്ങനെയാണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ആ നോളജ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കാമല്ലോ എനിക്ക് വന്നിട്ടറിയാം. കാര്യം ഞാനിവിടെ ട്രെയിനിങ്ങിൽ ഇപ്പോൾ ലോജിസ്റ്റിക്സ് കോഴ്സ് ഇല്ലാത്ത ആൾക്കാരെ വരെ, അതായത് സാധാ ഡിഗ്രി പ്രീ ഡിഗ്രി ഉള്ള ആൾക്കാരെ വരെ കോഴ്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത കോഴ്സിനെ സംബന്ധിച്ച് എനിക്ക് ബോധരക്ഷയില്ല. നിങ്ങൾക്ക് എന്നാലും ആ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ നോളജ് ലെവൽ എത്രയുണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അത്രേ ഉദ്ദേശിച്ചു. പക്ഷെ അതിന്റെ ലെവൽ ഇത്ര ലോ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ടേംസും കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കൂടി മനസ്സിലായി അല്ലേ? ഓക്കെ. അപ്പൊ ഈ 3 മാസം പുറത്തായിരുന്നു. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ ജോലിക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നോട്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ എഴുതി വെച്ചേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതൊരു ആസ് എ മാസ്റ്റർ റെഫറൻസ്, ആ ബുക്ക് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ആ ബുക്ക് കൊണ്ടുപോകാം. ആ ബുക്കിൽ നിങ്ങൾ പറയുന്ന ജോബ് എന്താണ്, ഈ പറഞ്ഞ കാര്യം ചെയ്യണമെങ്കിൽ അപ്പം തന്നെ റെഫർ ചെയ്ത് വിത്തിൻ 1 വീക്ക് നിങ്ങൾ ആ ഒരു കമ്പനിയിൽ കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ റെഡി ആയിട്ട് വരണം. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഈ ഒരു ട്രെയിനിങ്. ഓക്കെ, താങ്ക് യു.